നമസ്കാരം. ഞങ്ങളിപ്പോഴേ നമ്മുടെ തിരുവല്ല അമ്പലപ്പുഴ റൂട്ടിലൊരു പനയന്നൂർ കാവ് ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം ആറിൻ്റെ തൊട്ട് തീരത്താണ്. 18-ലെ പ്രളയത്തിലെ ക്ഷേത്രം പൂർണ്ണമായി മുങ്ങിപ്പോയതാണ്. ആ ദേശമെല്ലാം മുങ്ങിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോവാം. പക്ഷെ അവിടെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. റോഡിലൊക്കെ ഇപ്പോഴേ വെള്ളമുണ്ട്. ഇപ്പം ഞങ്ങൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാവും ഭാഗത്തേക്ക് പോകുന്ന ഇടിഞ്ഞില്ലത്തുള്ള റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗമെല്ലാം ഇപ്പം വെള്ളത്തിലായിരിക്കും. റോഡിലൊക്കെ വെള്ളമാവും. അവിടെ കാറുകളും വണ്ടികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കൂടിയാണ്. അപ്പം നമ്മളീ പോകുന്ന വഴിക്കുള്ള നമ്മുടെ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആലന്തുരുത്തിയിലുള്ള ഒരു അത്ഭുത ആലിനെ പറ്റി 365 ദിവസവും വെള്ളത്തിനകത്ത് നിൽക്കുന്ന ഒരു ആലിനെ പറ്റി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആല് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഈ വെള്ളത്തിൽ എങ്ങനെയാണ് ആല് നിൽക്കുന്നതെന്നുള്ളത്. കാണുന്നതാണ് അന്ന് നമ്മൾ പറഞ്ഞ ആല്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ ഒന്ന് കാട്ടിത്തരാം. ഇതേ കണ്ടോ, വെള്ളത്തിന് നടുക്ക് നിൽക്കുന്ന ഒരാല് കണ്ടോ, ഈ കുഞ്ഞാല്. കൊച്ചാലെന്നാണ് ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത്. പക്ഷേ ഇത് 500 വർഷത്തിലധികം പഴക്കമുള്ള ആലാണ്. 365 വർഷം. ഇപ്പോൾ ഇത്രയും വെള്ളം കയറിയെങ്കിലും വെള്ളം കുറയുന്ന സമയത്തും ആലിൻ്റെ ചൂടെല്ലാം വെള്ളമാണ്. ഈ കാണുന്നതാണ് ആലന്തുരുത്തി ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഈ ആല് നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ഇറഞ്ഞു നിൽക്കുകയാണ്. നല്ല ഉറച്ച മനസ്സോടും ശരീരത്തോടും തന്നെയാണ് ആല് നിൽക്കുന്നത്. ഇതുവരെയും അതിൻ്റെ കുലുക്കമോ തോട്ടമോ ഒന്നും സംഭവിച്ചിട്ടില്ല വർഷങ്ങളായിട്ട്. ഇത് നമ്മൾ തലവടിയിലെത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ഒരു ഫീവത്സമായ മുഖം നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ വരെ വെള്ളം കയറി കിടക്കുക. ഇവിടുന്ന് ഒരു 300 മീറ്ററെങ്കിലും നമുക്ക് അകത്തോട്ട് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിലെത്താൻ സാധിക്കത്തുള്ളൂ. ഈ ക്ഷേത്രം പണ്ട് നമ്മുടെ ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ഉപാസനാമൂർത്തികളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പനയന്നൂർ കാവ് ദേവീക്ഷേത്രം. ഇവിടെ ഇത്രയും വെള്ളമാണെങ്കിൽ അപ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്ന് തൊട്ടടുത്തുകൂടെയാണ് പമ്പയുടെ ഒരു കൈവരി ഒഴുകുന്നുണ്ട്. ആ കൈവരിയിൽ നിന്നാണ് ഈ വെള്ളം അകത്തേക്ക് കയറുന്നത്. ഇവിടെ വെള്ളം ഇത്രയുമാണെങ്കിൽ അപ്പോൾ അവിടെ എന്ത് വെള്ളം ഉണ്ടാകും? അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചില്ല. നമ്മളവിടെ തിരിച്ച് നേരെ ചക്കുളത്ത് കാവ് വന്നു. അപ്പോൾ ഇവിടെ വന്ന് തൊഴുതിട്ട് പോകാമെന്ന് കരുതി നമ്മൾ ചക്കുളത്തുകാവിൻ്റെ പരിസരത്ത് വന്നപ്പോഴാണ് അവിടുത്തെ വളരെ ഭയാനകമായ ഒരു രംഗം നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ അതിനേക്കാട്ടിലും വെള്ളം കയറി കിടക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്കുള്ള ഇവിടം വരെ വെള്ളമുണ്ട്. കണ്ടില്ല, ഈ കടകൾ, ഇവിടുത്തെ കടകളൊക്കെ ഒരുപാട് കടകൾ അടച്ചിട്ടിരിക്കുക. അവിടെ പാർക്കിംഗ് ഏരിയയിലുള്ള നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, പാർക്കിംഗ് ഏരിയക്കകത്ത് ഒരുപാട് മുൻവശത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ അമ്പലത്തിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഇതേ കണ്ടില്ലേ, റോഡിൽ വരെ, മെയിൻ റോഡിൽ വരെ വള്ളത്തിൽ വരേണ്ട രീതിയായിരിക്കുകയാണ്. അകത്തുനിന്ന് വന്നവരാണ്. അവർ കടയിലേക്കൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഈ ഇടതുവശം നേരെ കാണുന്നത് റോഡും ഈ നേരെ മുന്നിൽ കാണുന്നത് പാർക്കിംഗ് ഏരിയയുമാണ്. പാർക്കിംഗ് ഏരിയ മൊത്തം ഭയങ്കരമായിട്ട് വെള്ളമായി. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ ഇടതുവശത്ത് മുഴുവൻ കടകളാണ്. ക്ഷേത്രത്തിൽ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഈ ഇടതുവശത്ത് കാണുന്ന മൊത്തം. അപ്പോൾ അതെല്ലാം അടച്ചിട്ടിരിക്കുക. ആ കടകൾക്കകത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്, അതെല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ നടന്ന് ആ കാണുന്ന വലിയ ആനക്കുട്ടിൽ വരെ എത്തണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. കാരണം അത്രമാത്രം വെള്ളമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ വലതുവശത്തൂടെ കാണുന്ന വഴിയെ പൊക്കോളൂ, അവിടെ വെള്ളം കുറവുണ്ട്. മാത്രമല്ല അവിടെ ഒരു വീടിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുവഴി പൊക്കോളൂ, ആ മുറ്റത്ത് കാണാമല്ലോ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന്. നല്ല വെള്ളമാണ്. ഞാനിപ്പം വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഞാനിപ്പം ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് പോവാം. അപ്പോൾ അവിടെ വെള്ളമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവഴി നമുക്ക് അവിടെ ചെന്ന് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ രീതി എന്നുള്ളത്. ഞാൻ ആ ഭാഗത്തുകൂടെ തന്നെ പോയി. അപ്പോൾ അവിടെ ഒരു വീടിൻ്റെ മുറ്റത്തുകൂടി നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി വഴിയുണ്ട്. അപ്പോൾ അത് വെള്ളം അവിടെ വളരെ കുറവാണ്. അപ്പോൾ അവിടെയാണ് കണ്ടില്ലേ, ഇതിവിടുത്തെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതിനകത്തൂടെ നമുക്ക് അങ്ങോട്ട് പോയി. ഇതുവഴിയാണ് ഇപ്പം അമ്പലത്തിൽ വരുന്ന ഭക്തരൊക്കെ പോകുന്ന ഇതുവഴിയാണ്. ഇതുവഴി പോയി നമുക്ക് വടക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് ചക്കുളത്തമ്മയുടെ പഴയ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ്. ഈ കാണുന്ന കൂരയ്ക്കുള്ളിൽ അതും നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. അവിടെ വെള്ളം കയറിയിട്ടില്ല. അപ്പം ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കൗണ്ടറിലെ ഒരു സ്റ്റാഫ് പറഞ്ഞത് രാവിലെ വരെ ഇതാണ് ദേവിയുടെ മൂലസ്ഥാനം. അപ്പോൾ രാവിലെ തൊട്ട് ഇപ്പോൾ അല്പം വെള്ളം ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഈ കൗണ്ടർ വരെ വെള്ളത്തിൻ്റെ അളവുണ്ടായിരുന്നു. ഇപ്പം വെള്ളം കുറേശ്ശെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നിങ്ങനെ
അദ്ദേഹം പറഞ്ഞു. എങ്കിലും ഇവിടെ വെള്ളത്തിൻ്റെ അളവിനൊന്നും കുറവിനൊന്നും ഒരു കുറവുമില്ല. ഇവിടെ എല്ലാം മീനുകളുണ്ട്. ചെറിയ പരലുകളെല്ലാം ഇവിടെ ഇഷ്ടംപോലെ മീനുകൾ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ വടക്കേ നടയിലൂടെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഒരുപാട് ഭക്തർ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചക്കുളത്താവ് നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ലോകപ്രശസ്തമായ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നായി ചക്കുളത്താവ് ദേവീക്ഷേത്രം മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ലോകപ്രശസ്തമായ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. അതുപോലെ തന്നെ പ്രശസ്തമാണ് ഇന്ന് ചക്കുളത്താവിലെ പൊങ്കാലയും. ഈ കാണുന്നത് നമ്മുടെ കാളിയമർദ്ദനം, ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയമർദ്ദനം നടത്തുന്ന ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വടക്കേ നടയിലുള്ള ഈ പന്തലിലാണ് ദേവിയുടെ ഒരു രഥമുണ്ട്. അപ്പോൾ ആ രഥത്തെപ്പറ്റി നമുക്ക് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് പടിഞ്ഞാറേ നടയാണ്. ഈ പടിഞ്ഞാറേ നടയിൽ ഉപദൈവങ്ങളുടെ 1-2 ക്ഷേത്രമുണ്ട്. കൃഷ്ണനുണ്ട്, പിന്നെ മഹാദേവനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, യക്ഷിയുണ്ട്, അയ്യപ്പനുണ്ട്. അങ്ങനെ കുറേ ഉപദൈവങ്ങൾ ഇവിടെ പ്രതിഷ്ഠയുണ്ട്. അപ്പം അത് കൂടാതെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയ ഒരു പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന് വാതിലില്ലാത്ത ഒരു വലിയ പ്രതിഷ്ഠ. ഇത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ കാണുന്ന ഈ മാലകൾ ശബരിമല പോയിട്ട് ഭക്തർ ഇവിടെ വന്ന് നൊയമ്പ് മുറിച്ച് മാല തൂക്കിയിട്ട് പോയിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ആയിരക്കണക്കിന് മാലകൾ അമ്പലത്തിൻ്റെ ചുറ്റിനും തൂക്കിയിട്ടുണ്ട്. ഓരോ ഭക്തൻ്റെ വിശ്വാസം അനുസരിച്ച് അവരത് ചെയ്തിട്ട് പോയിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ തെക്കേ നടയിലെത്തി. തെക്കേ നടയിൽ അയ്യപ്പൻ്റെ അടുത്തായിട്ട് എള്ള് വിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങുണ്ട്. ദോഷങ്ങൾ മാറാനും കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചടങ്ങ് അവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ നാഗത്തറയാണ്. ആ നാഗത്തറയ്ക്ക് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു പേരാല് നിൽപ്പുണ്ട്. ഒരു വലിയൊരു പേരാലാണ്, നന്നായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു പേരാല്. പേരാലിൻ്റെ ചുറ്റും വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻ്റർലോക്കും എല്ലാം ഇട്ട് ഭക്തർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പട്ടുകൾ ഇവിടെ ഓരോ ഭക്തരും കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിച്ചതാണ്. തങ്ങളുടെ ഓരോ കാര്യപ്രാപ്തിക്ക് വേണ്ടിയും കാര്യങ്ങൾ നേടിക്കിട്ടി കഴിഞ്ഞിട്ട് ദേവിക്ക് സമർപ്പിച്ച സമ്മാനമായിട്ടുള്ളതൊക്കെ ആയിരക്കണക്കിന് പട്ടുകളാണ് ഈ ആലിൻ്റെ വേരുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആലിൻ്റെ ചുവട്ടിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ദേവി നേടിത്തന്നു കഴിഞ്ഞിട്ട് ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന തൊട്ടിൽ കുട്ടിപ്പാവകൾ, പിന്നെ ഭഗവാന്മാരുടെ ഫോട്ടോകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആലിനെ ചുറ്റി തന്നെ കാണാൻ സാധിക്കും. ഈ ആല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സർവശക്തിയായ ദേവിയുടെ അനുഗ്രഹം എത്രമാത്രം ഭക്തർക്ക് അനുഗ്രഹമായി എന്നുള്ളത് നമുക്ക് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രമാത്രം പട്ടും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ദേവിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഭക്തർ. പിന്നെ തിരുപ്പതി വെങ്കടാചലപതിയുടെ ഫോട്ടോയുണ്ട്, ഗണപതിയുടെ ഫോട്ടോയുണ്ട്, ദുർഗയുടെ ഉണ്ട്, അയ്യപ്പൻ്റെ ഉണ്ട്, ഓരോരോ ഭദ്രകാളിയുടെ ഉണ്ട്. അങ്ങനെ ഓരോ ഭക്തൻ അവൻ്റെ കഴിവിനും അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ ആഗ്രഹത്തിനും അനുസരിച്ച് ഓരോന്നും ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പല ഉപദൈവങ്ങളുടെയും ക്ഷേത്രങ്ങൾ ചില ഭക്തർ അവരുടെ കാര്യങ്ങൾ സാധിച്ചപ്പോഴും അവരുടെ മാറാ രോഗങ്ങൾക്ക് അറുതി വരുത്തിയപ്പോഴും ഒക്കെ പലരും സമ്മാനിച്ചതാണ് ഇവിടുത്തെ പല ഉപദൈവങ്ങളുടെ അമ്പലങ്ങളും. അതുപോലെ തന്നെ ദേവിയുടെ കിഴക്കേ നടയിലുള്ള ഒരു വലിയൊരു ആനക്കുട്ടിലുണ്ട്. ആ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ആനക്കുട്ടിൽ അത് ഒരു ഭക്തൻ ഒരു കുടുംബം സമർപ്പിച്ചതാണ്. അവരുടെ വീടിൻ്റെയും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ പേരുകളും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വെള്ളക്കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല, അതിൻ്റെ പകർത്താനായിട്ട് പോയില്ല. പക്ഷേ ആനക്കൊട്ടിൽ നമ്മളിത് ഭംഗിയായിട്ട് ഇതിൽ കാണാം. ആനക്കൊട്ടിലൊക്കെ വെള്ളം കയറിയിരുന്നു. ഈ പ്രസാദ കൗണ്ടറിൻ്റെ ഈ പരിസരത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വെള്ളം ഇറങ്ങിയത്. അപ്പോൾ ഇത് ഹനുമാൻ സ്വാമിയുടെ നടയാണ്. ഇവിടെ വന്നപ്പോൾ ആ കൗണ്ടറിൽ ഇരുന്ന് ചേട്ടൻ പറഞ്ഞു ശ്രീകോവിലിൻ്റെ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നിടത്ത് ഒരു സ്ഥലത്തും നമ്മൾ ശ്രീകോവിലിൻ്റെയോ അല്ലെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ക്ഷേത്രത്തിനകത്തെ ഒന്നും നമ്മൾ ചിത്രീകരിക്കാറില്ല. പുറത്തു നിന്നുള്ളത് മാത്രം നമുക്ക് അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ചിത്രീകരിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഹനുമാൻ സ്വാമിയുടെ നടയാണ് ആ കാണുന്നത്. ഇതും ഈ കാണുന്നതും ഒരു ഉപദൈവമാണ്. അതും ഒരു ഭക്തൻ സമർപ്പിച്ചതാണ്. ആ ഭക്തൻ്റെ പേര് താഴെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും
വ്യാധികളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടിയതിൻ്റെ ഫലമായിട്ട് ഓരോ ഭക്തന്മാരും സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ നമ്മളിവിടെ വന്ന് കണ്ട് കേട്ട് അറിഞ്ഞു പോകണമെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് വേണ്ടി വരും. 10 മിനിറ്റ് കൊണ്ടോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ചക്കുളത്തമ്മയുടെ ചരിത്രങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ. അതെല്ലാം നമുക്ക് പ്രകാലെ നമുക്ക് കാണാം, ഓരോരോ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. ഇത് വടക്കേ നടയാണ്. വടക്കേ നടയിൽ നിന്ന് നമ്മൾ നേരെ കിഴക്കേ നടയിലേക്ക് വരുന്നു. ഈ ആനക്കൊട്ടിലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതോ ഒരു ഭക്തനും ആ കുടുംബവും ദേവിക്ക് സമർപ്പിച്ചതാണ്. വലിയൊരു ആനക്കൊട്ടിൽ. ആ ആനക്കൊട്ടിലിനകത്ത് വരെ വെള്ളം കയറി. ഇങ്ങനെ കൊടിമരച്ചൂട്ടി വരെ വെള്ളം എത്തിയിരുന്നു. ശ്രീകോവിലിനകത്തോട്ടൊന്നും വെള്ളം കയറിയില്ല. ഇത് ശ്രീകോവിലിൻ്റെ മുൻവശമാണ്. വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഒരു ക്ഷേത്രം. അതുപോലെ തന്നെ ദേവിയുടെ ഇടതും വലതുമായിട്ട് 2 ഗജവീരന്മാരുണ്ട്, ഗണപതിയും ജനാർദ്ദനും. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഗജവീരന്മാരായിരുന്നു ഇവർ 2 പേരും. അവരെ 2 പേരുടെയും പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് കിഴക്കേ നടയിൽ ദേവിയുടെ മുന്നിലായിട്ട് കാണുന്ന ആളാണ് ആ കാണുന്നത്. ആ പോകുന്ന വഴി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പഴയ ക്ഷേത്രമുണ്ട്. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ പമ്പയാറിൻ്റെ ഒരു കൈവരിയാണ്. ആ കൈവരി കടന്ന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങ് കടപ്പുറ ഇറങ്ങാം. അങ്ങേ റോഡിൽ നമുക്ക് മാവേലിക്കര റോഡിലിറങ്ങാം. ഇന്നിപ്പോൾ ആ റോഡുകൾ മുഴുവൻ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് അതുവഴിയുള്ള സഞ്ചാരമൊക്കെ നമുക്കൊട്ടും സാധ്യമല്ല. ഒരാൾ ആ വഴി കൂടെ പോകുന്ന നിങ്ങൾ കണ്ടില്ല, അദ്ദേഹത്തിന് അരകോളം വെള്ളമുണ്ട് അവിടെ. അത്രയും വെള്ളത്തിൽ കൂടെ അദ്ദേഹം ഇവിടെ നടന്നു പോകുന്നു. ഇത് ഈ കാണുന്ന ഉപദൈവം അത് മഹാദേവനാണ്. മഹാദേവൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നവഗ്രഹങ്ങളുടെ ക്ഷേത്രമുണ്ട്. പിന്നെ ദേവിയുടെ ഒരു വർഷത്തെ ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളും ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം വിശദമായ ഒരു വിവരണം നമുക്കിവിടെ നോട്ടീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ വിളിച്ച് ചോദിച്ചറിയാൻ പറ്റും. ഈ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ ആർത്ത് ഉല്ലസിച്ച് നടക്കുവാണ് ആ വെള്ളത്തിൽ കൂടിയേ. അപ്പം ഞാൻ പറഞ്ഞ ടൈലാണ്, തെന്നും സൂക്ഷിക്കണം. കാരണം കുട്ടികൾ അതൊന്നും ഓർക്കത്തില്ലേ, അവർ ചാടിക്കളിക്കും, ഉരുണ്ട് വീഴും. അതുപോലെ തന്നെ ക്ഷേത്രക്കുളമാണെങ്കിൽ അങ്ങേയറ്റം നിറഞ്ഞ് തുളുമ്പി കിടക്കുക. നീല നിറത്തിലാണ് ക്ഷേത്രക്കുളം നിറഞ്ഞ് തുളുമ്പി കിടക്കുന്നത്. അപ്പോൾ അത് അവരടച്ച് അതിലേക്ക് ഇറങ്ങാനുള്ള വാതിലെല്ലാം അടച്ച് ഭദ്രമാക്കി ബന്ദോബസ്താക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിനടുത്തൊക്കെ നമ്മൾ പോയി കുട്ടികളെയും കൊണ്ട് പോയി നിൽക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം. ഈ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലക്കുളം. ഇതേ കണ്ടില്ലേ, എന്താ നീല നിറത്തിലെ വെള്ളം കിടന്നത്, നിറഞ്ഞ് തുളുമ്പി കിടക്കുക. ഭയങ്കര വെള്ളമാണ്, ഭയങ്കര ആഴമാണ് ഈ കുളത്തിന്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും കുട്ടികളെയായി പോയി നിൽക്കരുത്. ഇനി ചുറ്റിനും മതിലുണ്ട്, സുരക്ഷാ മതിലും ഈ വാതിലും എല്ലാം അവർ അടച്ചിരിക്കുകയാണ്. ആർക്കും അതിനകത്തോട്ട് ഇറങ്ങാനോ വെള്ളത്തെ തൊടാനോ ഒന്നും സാധിക്കത്തില്ല. അതുകൂടാതെ തന്നെ നമുക്കിവിടെ കാണുന്നത് ഇത് കണ്ടില്ലേ, ദേവിയുടെ രഥമാണ്. ഈ രഥം നമ്മുടെ കാര്യപ്രാപ്തിക്ക് വേണ്ടി ക്ഷേത്രത്തിന് ഒരു വലം വെക്കാൻ നമ്മൾ തന്നെ വലിച്ചുകൊണ്ട് പോകണം. അതിന് വേണ്ടുന്ന ഫീസ് എത്രയോ ഉണ്ട്, ആ ഫീസ് നമ്മളവിടെ അടയ്ക്കുക. അടച്ചതിന് ശേഷം ഈ രഥം നമ്മുടെ ഇഷ്ടകാര്യം പ്രാർത്ഥിച്ച് ദേവിക്ക് സമർപ്പിച്ച് ക്ഷേത്രത്തിന് വലിച്ചുകൊണ്ട് വലം വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടുമെന്നാണ്, അത് ഉറപ്പ് തന്നെയാണ്. ദേവിയുടെ രഥമാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങിയാണ്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമ്മൾ ചക്കുളത്തമ്മയെ തൊഴുതേച്ച് പോകാമെന്ന് കരുതി. ഞങ്ങളിപ്പം ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ചിറങ്ങിയാണ്. ഇത് വെള്ളത്തിൻ്റെ വഴി തടഞ്ഞാൽ അതെങ്ങനെ പ്രതിഷേധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് നമ്മളീ കാണുന്നത്. കണ്ടോ, അങ്ങേയറ്റത്തെ ജലപ്രളയം. ഇത് നമ്മൾ നെടുമ്പ്രം ഭാഗത്തുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ കൂടെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പം തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴേ വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തിരുവല്ല അമ്പലപ്പുഴ റോഡിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഇവിടെയാണ്. വെള്ളം ഇപ്പം കുറഞ്ഞതുകൊണ്ടാണ് ഇതിലൂടെ നമുക്ക് പോകാൻ സാധിച്ചത്. ഇതിനകത്ത് വാഹനത്തിൻ്റെ അടിയിലുള്ള ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പീസുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെള്ളത്തിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകളിടണം. ഇതിനകത്തുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളതെല്ലാം മാറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.